നീ എന്നാണ് ഈ തപ്പുന്നേ? അതെ ചേട്ടേ, ഞാൻ ഇന്നലെ ഫോണിൽ കണ്ടേ ബദാം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കഴിച്ച ഓർമ്മശക്തി കിട്ടുമെന്ന്. ഞാനിപ്പോ അതല്ല ചോദിച്ചത്, നീ എന്നാ തപ്പുന്നല്ലേ ചോദിച്ചത്. അതാ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നേ. അല്ല, നമ്മളിതിന് ഒന്നിച്ചല്ലേ സാധനം മേടിക്കാൻ പോയെ. നീ എപ്പോഴാ ബദാം മേടിച്ചേ? ശരിയല്ലേ, നമ്മൾ മേടിച്ചില്ല അല്ലേ? അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതാണോ? എന്തു വാടി, എത്ര വർഷമായിട്ട് ഇതിന്റെ മണ്ടത്തറ ഞാൻ സഹിക്കുന്നു. ഇതിലും പേര് ആ കർത്താവിനോട് എങ്ങനെ കുരിശ കയറുന്നായിരുന്നു. എന്നിട്ട് വേണം നിന്റെ കൂടെ കൂടിയെന്നും പറഞ്ഞ് കർത്താവ് പിന്നെയും കുരിശക്കേറാൻ. അയ്യോ തമാശ. നീ എന്നാക്കെ പറഞ്ഞാലും ആണുങ്ങൾക്ക് പല മണ്ടത്തരങ്ങളും പറ്റുന്ന ഈ പെണ്ണുങ്ങൾ കാരണം. അയ്യോ ഭയങ്കര ബുദ്ധിയാന്മാര്. നിങ്ങളൊക്കെ എന്തിനാ പിന്നെ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കാതിരുന്നാ പോരെ? അത് പ്രകൃതിയുമൊക്കെ അനുസരിച്ച് കെട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ നീയൊക്കെ മുരടിച്ച് വീട്ടിൽ ഇരുന്നാണ്. അയ്യോടാ, ഞങ്ങൾ പെണ്ണുങ്ങളൊന്നും കെട്ടിയില്ലേലേ. ഞങ്ങളുടെ അപ്പന്മാര് ഞങ്ങളെ പൊന്നു പോലെ നോക്കും. നിന്നെയൊക്കെ നോക്കോ? കോപ്പ് നോക്കും. അതാണ് മോളും മോനും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ ഈ പെണ്ണുങ്ങളുടെ അപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, ശ്രീധരൻ വേണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ തരുന്ന എന്തിനാന്ന് നിനക്കറിയാവോ? അറിയാം, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. അതിപ്പോ ആർക്കറിയാൻ മേലാത്ത ഉണ്ട. നീയൊക്കെ കുറച്ച് കഴിയുമ്പോഴേ നിന്റെ തനി സ്വഭാവം പുറത്തിറക്കും. അപ്പൊ തിരിച്ചുകൊണ്ട് ആക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇരുന്ന കൈക്കൂലിയാണ് ശ്രീധനം. മനസ്സിലായോ? ഒരു കണ്ടുപിടുത്തം. അപ്പൊ ഇന്നലെ നിങ്ങൾ പനിയായിട്ട് ആശുപത്രി പോയപ്പോ കാണിച്ച മണ്ടത്തരം മറന്നുപോയോ? എന്ത് മണ്ടത്തരം? ഞാനൊരു മണ്ടത്തരം കാണിക്കുന്നില്ല. അതുപോലെ ഇതുവരെ മനസ്സിലായില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് നേഴ്സ് വയസ്സ് വെച്ചപ്പോ എത്രയാ പറഞ്ഞേ? 26. ഇതൊക്കെ നമ്മുടെ ചെറിയ നമ്പർ അല്ലേ? 26. അതുവരെ നിങ്ങൾ ബുദ്ധിമാനായിരുന്നു. അത് കഴിഞ്ഞ് മെയിലടി ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? മെയിലടി ചോദിക്കാൻ പറഞ്ഞു ജെറിൻ 1989 gmail.com. ഇപ്പോഴെങ്കിലും മനസ്സിലായ മണ്ടത്തരം എന്താണെന്ന്? അത് വർഷത്തിൽ ഒന്നൊക്കെ നടക്കുന്നതല്ലേ, അല്ലാതെ സ്ഥിരം നിന്നെ പോലെ ബുദ്ധിയില്ലായ്മ കാണിക്കുന്നു. ബുദ്ധിയില്ലെന്നോ? എനിക്കോ? നിങ്ങൾ ആ ചെസ് ബോർഡ് എടുത്ത് വെച്ചേ, ഞാൻ ഇപ്പൊ നിങ്ങളെ തോപ്പിച്ച് കാണിക്കാം. നീ ചെസ് ഒന്നും കളിച്ച് തോപ്പിക്കാൻ പോകുന്നില്ല, വേണമെങ്കിൽ ക്യാരംസ് കളിച്ച് തോപ്പിക്കുമായിരിക്കും. അത് ചേട്ടാ, ക്യാരംസ് കളിക്കാൻ അറിയത്തില്ലേ? ക്യാരംസ് ഒക്കെ അറിയാം, പക്ഷെ കുഴി തള്ളിയിടാൻ പെണ്ണുങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ നീയല്ലേ ജയിക്കത്തുള്ളൂ.